ശ്രീ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്, വിദേശകാര്യ വ്യക്തി. ശ്രീ മോഹൻ വർഗീസ്, ഈ BLO ഒരു പുതിയ ആക്രമണ രീതിയിലേക്ക് മാറുകയാണ്. അതായത് വനിതാ ചാവേറുകൾ, ഒരുപക്ഷെ പാക് ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഈ രണ്ട് വനിതാ ചാവേറുകളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതും ആക്രമണത്തിന് നിയോഗിക്കുകയും മറ്റും ചെയ്യുന്നത്. BLOയുടെ ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണോ പാക് സേന? തീർച്ചയായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വലിയ രീതിയിലുള്ള പുതിയ മാർഗങ്ങളാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സേന അവിടെ നടത്തുന്ന ബലൂചിസ്ഥാൻ എന്ന ഏറ്റവും വലിയ പ്രവിശ്യയിൽ, ഏറ്റവും ഭൂവിസ്തൃതിയുള്ള പ്രവിശ്യയിൽ നിരന്തരമായി നടത്തുന്ന വലിയ ആക്രമണങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതിനെല്ലാം ഉള്ള പ്രതിരോധം എന്ന നിലയിലും പ്രതിവിധി എന്ന നിലയിലും ബലൂചിസ്ഥാന്റെ ലിബറേഷൻ ഫ്രണ്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം. കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ നടന്ന സ്ഫോടനങ്ങളുടെ വൻപൻ പരമ്പരകളാണ്. അത് രണ്ടു ഭാഗത്തും കനത്ത ആൾനാശമുണ്ടായി എന്ന നിലയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാൻ പ്രായോഗികമായി പാകിസ്ഥാനിൽ നിന്നും ആത്യന്തികമായി ബലൂചിസ്ഥാൻ വിഘടിച്ചു പോകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഒരു രീതിയിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന് ബലൂചിസ്ഥാനിലെ ജനതയുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇവിടുത്തെ ധാതു നിക്ഷേപത്തിന്റെ മേൽ മാത്രമാണ് കണ്ണ്. അവിടെ ബലൂചിസ്ഥാൻ തെക്കൻ പ്രദേശം കൂടിയാണ്, പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശമാണ്. അവിടെയുള്ള തുറമുഖങ്ങൾ പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ നിർണായകമായ ഇടമാണ്. കറാച്ചി കഴിഞ്ഞാലുള്ള ഗദ്ദാർ തുറമുഖം അത് ബലൂചിസ്ഥാന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, പുതിയതായി പസ്നി എന്ന ഒരു തുറമുഖത്തിനുള്ള ഒരു പ്ലാൻ അസ്ലിം മുനീർ എന്ന പാക് ജനറലിന്റെ പദ്ധതിയിലുണ്ട്. അത് അമേരിക്കയ്ക്ക് വലിയ സ്വീകാര്യമാകുന്ന ഒരു പദ്ധതിയുമാണ്. അതുകൊണ്ട് ബലൂചിസ്ഥാൻ തന്ത്രപരമായ ഒരു മേഖല ആണ്. ചൈനയുമായുള്ള ഇടനാഴി, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അവസാനിക്കേണ്ടത് ഈ ദക്ഷിണ സമുദ്രങ്ങളിലാണ്, അറബിക്കടലിലാണ്. അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാൻ ഏത് വിധേനയും അവിടെ ശാന്തത കൊണ്ടുവരികയും അവിടുത്തെ മിനറൽ മൈനിങ്ങിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അവിടുത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തണം എന്ന ചിന്തയാണ്. അതിന് വഴങ്ങാൻ തയ്യാറല്ല ബലൂചിസ്ഥാനിലെ പ്രക്ഷോഭകാരികൾ. അതുകൊണ്ട് ആദ്യമായി വനിതാ ചാവേറുകളെ രംഗത്തിറക്കിക്കൊണ്ട് സൈനിക ഇൻസ്റ്റലേഷനിലും മറ്റിടങ്ങളിലുമായി ആക്രമണം വ്യാപിക്കുകയാണ്. നോക്കൂ, ചാവേറുകൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധമില്ല എന്നത് നമ്മൾ പല ആവർത്തി കണ്ടതുമാണ്. മരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ തീർച്ചയായും ലക്ഷ്യം കാണാനാവും. അത് ആരോഗ്യപരമായ സമീപനമല്ല എങ്കിൽ പോലും. അതുകൊണ്ട് പാകിസ്ഥാന്റെ ബലൂച്ച് പ്രവിശ്യ തീർച്ചയായും വലിയ ഒരു സംഘർഷ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായും നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ പ്രതികരണത്തിന്. കൃഷ്ണേന്ദു, അതാണ് 177 ബലൂജ് ലിബറേഷൻ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ പാക് സേനയ്ക്ക് കഴിഞ്ഞു. രണ്ടാം ഘട്ടമെന്ന് പറഞ്ഞ് ആക്രമണം ശക്തമാക്കുമ്പോഴും പാക് സേനയും വളരെ വേഗം തന്നെ കളം പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും സംഘർഷം അവസാനിപ്പിക്കുക, അവരെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് പാക് സേന പോകുമ്പോഴും ഒരുപാട് പ്രതിരോധം അവർക്ക് നേരിടേണ്ടി വരുന്ന പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരേ സമയം 5 6 ജില്ലകളിലായിട്ട് 12-ലധികം കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ ഈ BLA അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാക് സേനയും തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിലും നിരവധി കൃത്യമായ കണക്കുകൾ വ്യക്തമല്ലെങ്കിലും 170-ലധികം ആളുകളുടെ, അതായത് BLA പ്രവർത്തകരെ, സൈനികരെ വധിച്ചതായിട്ടാണ് പാക് സേന പറയുന്നത്. പിന്നെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരും 31 സാധാരണക്കാരും ഈ ഒരു ആക്രമണങ്ങളിൽ, ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ തീർച്ചയായും ഈ സ്ത്രീകളുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആസിഫ മെങ്കൽ എന്ന് പറയുന്ന കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി ഇങ്ങനൊരു ആക്രമണത്തിന് മുൻകൈ എടുത്ത് ഇറങ്ങി വരിക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടം തന്നെയാണ് രഞ്ജിത്ത്. ഒപ്പം കൃഷ്ണേന്ദു, ഇവിടെ നമുക്കറിയാം പാകിസ്ഥാൻ, നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ മിനറൽസിൻ്റെ വലിയൊരു കേന്ദ്രമാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. പക്ഷേ അവർക്ക് ഒരു തരത്തിലും ഈ ബലൂജ് ആർമിയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ വല്ലാതെ വിഘടനവാദം ഉയർന്നു വരുന്ന സാഹചര്യം ഒരുങ്ങുന്നു. വലിയ വിഭാഗം ആളുകൾ അവർക്കൊപ്പം മുന്നോട്ട് പോകുന്നു, ഒരുമിക്കുന്നു. ഇതൊക്കെ പാക് ആർമിയെ പ്രതിരോധത്തിലാക്കുന്നു. ആഭ്യന്തരമായി ഇത്തരം സംഘർഷങ്ങൾ, നമുക്ക് സാമ്പത്തികമായി പാകിസ്ഥാൻ വല്ലാതെ തകർന്ന അവസ്ഥയിലാണ്. ആഭ്യന്തരമായ ഇത്തരം സംഘർഷങ്ങൾ കൂടി വരുമ്പോൾ അത് ഏത് തരത്തിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു, അതിൻ്റെ വിശ്വാസ്യത കുറയ്ക്കുന്നു എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇതിൽ ആദ്യം എടുത്ത് പറയേണ്ടത്, ബലൂചിസ്ഥാൻ ഇങ്ങനൊരു പാകിസ്ഥാൻ ഇങ്ങനൊരു പ്രതിരോധ ഘട്ടത്തിലേക്ക് ആക്കിയതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ ഈ ഒരു വിഭവങ്ങൾ, അതായത് പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ സേന ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈനയായി ചേർന്ന് ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു
വാദത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ളൊരു സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരുൾപ്പെടെ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഇങ്ങനെയുള്ള ഒരു ആക്രമണ രീതികളിലേക്ക് മുന്നിലേക്ക് വരുന്നു, അതും ചാവേറുകളായി വരുന്നു എന്നത് വളരെ വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. അതാണ് സാഹചര്യം. ഏതായാലും ബലൂജ് സേനയുടെ ആക്രമണം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയാണ്. ആ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു പരിധിവരെ അത് സാധിക്കാത്ത പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. കൃഷ്ണേന്ദുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം CJ റോയിയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. CJ റോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. വ്യവസായ ലോകം വലിയ പ്രതിഷേധത്തിലാണ്. നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ ട്വീറ്റ് ചെയ്തും മറ്റുമുള്ള അവരുടെ ചില കാര്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലം, പോസ്റ്റുകൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. അത് വിശദമായി തന്നെ നോക്കണം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.